ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴം വെച്ചിട്ടുള്ള ഒരു കുട്ടി കേക്കാണ് കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ആദ്യം ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം ഒരു ഫ്രൈയിങ് പാൻ എടുക്കാം. അധികം ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള നല്ല അടിക്കട്ടിയുള്ള ഒരു പാൻ നമുക്ക് ആദ്യം അടുപ്പത്ത് വെക്കണം. എന്നിട്ടാണ് ഇതിൻ്റെ മേലെയാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു പാത്രം വെക്കാൻ പോകുന്നത് കേട്ടോ. കാരണം നമുക്ക് അടി പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രമാണ് ഞാൻ ആ ഒരു ഫ്രൈയിങ് പാനിൻ്റെ മേലെ വെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് ആ പാത്രത്തിന് കറക്റ്റ് ഒരു മൂടിക ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് അതൊരു കറക്റ്റായിട്ട് ആ ഒരു കേക്ക് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ എടുക്കുന്ന പാത്രത്തിന് അല്ലെങ്കിൽ മൂടികയ്ക്ക് ഇതുപോലെ ഒരു ചെറിയ ഓട്ടയൊക്കെ കാണുമല്ലോ ആവി പോകാനൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഓട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കിച്ചൺ ടവലിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് അതിനകത്ത് കുത്തി വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണം ഒന്ന് പിരിച്ച് വയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പോഴും ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇതെങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് 2 പഴം നമുക്ക് എടുക്കണം. ഞാനിവിടെ റോബസ്റ്റ പഴം പോലത്തെ പഴം എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പഴം മാറ്റി വെച്ച് മറ്റൊരു പഴം ഈ ഒരു വലിപ്പത്തിന് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാണ്, പക്ഷെ ഒത്തിരി കനം കുറച്ചിട്ടുമല്ല ഒത്തിരി കനം കൂടിയിട്ടുമല്ല. ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പഴം ഒന്ന് മുറിച്ചെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഈ പഴം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇതിനകത്ത് ഈ പാത്രത്തിലാണ് നമ്മൾ ഈ പഴം വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കരുത്. അതിന് മുൻപ് ഒരു കാര്യം കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അത് ഓയിലാണ്. നിങ്ങൾക്ക് ഓയിൽ ചേർക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം, ബട്ടർ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും വെളിച്ചെണ്ണ ഒന്നും എടുത്തേക്കരുത്, മണമുള്ള ഓയിലൊന്നും എടുത്തേക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അല്പം ഓയിൽ ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തും അതുപോലെ സൈഡുകളിലും എല്ലായിടത്തും പറ്റേണ്ട കാര്യമില്ല. ഇത് കേക്ക് ഒത്തിരി അങ്ങ് പൊന്തി പോത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പകുതി ഭാഗം, ഒരു 1/4 ഭാഗം മാത്രം നമുക്കിതുപോലെ ചുറ്റോറും ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം. പിന്നെ ചെയ്യാനുള്ളത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതുപോലെ ഒന്ന് വെതറി കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ പഴം അരിഞ്ഞത് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല കാരമലൈസ് ചെയ്തും പഴത്തിൻ്റെ ഒരു തനിച്ചൊരു ടേസ്റ്റ് വരാതെ പഞ്ചസാരയോട് കൂടിയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ കാരമലൈസ് ചെയ്തിട്ട്, ആ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ ഒരു നിറമാണെങ്കിലും ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് പഴം നിങ്ങൾക്ക് ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതൊക്കെ ഫില്ല് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഫ്ലെയിം ഓൺ അല്ല കേട്ടോ, അതങ്ങനെ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ ഇച്ചിരി പഴം അരിഞ്ഞതിൽ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ആവശ്യമുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മിക്സിയിൽ ഒരു ജാർ എടുക്കുക. ഞാനിവിടെ ഒരു വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ നമ്മൾ ഈ ആ ഒരു പഴം വെച്ച സമയത്ത് ബാക്കി അരിഞ്ഞു വന്നിട്ടുള്ള കുറച്ച് പഴം ഉണ്ടായിരുന്നു, അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇത് കൂടാതെ നമ്മൾ ഒരു പഴം ഞാൻ മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മൊത്തം 2 പഴമാണ് ഇവിടെ ആവശ്യം. അപ്പോൾ ആ ഒരു പഴം എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഈ മിക്സി ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്തല്ല പിന്നീട് ചേർത്താൽ മതി. ഞാനിപ്പോൾ തരികളോട് കൂടെ പഞ്ചസാര ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതൊരു 1/4 കപ്പ്. പിന്നെ ഞാൻ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന തൈര് പുളിയില്ലാത്ത തൈരാണ്, നല്ല കട്ടത്തൈരാണ്. അപ്പോൾ അങ്ങനത്തെ തൈര് എടുക്കുക. പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പായിട്ട് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ തൈരും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലാണ് വേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് മുതൽ 1/2 കപ്പ്, പക്ഷെ ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. 1/2 കപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്, പക്ഷെ ഒത്തിരി വേണ്ട. അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുത്തത്. പിന്നെ നമുക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർക്കണം. പിന്നെ ഈ പാലൊക്കെ നമ്മൾ തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്. നിങ്ങൾ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെക്കാൻ മറക്കരുത്. ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് റൂം ടെമ്പറേച്ചറിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മിക്സിയിൽ ഇതുപോലെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അടിച്ചെടുത്തെന്നാലും ചെറിയ ചെറിയ കഷ്ണങ്ങൾ ചിലപ്പോൾ പഴത്തിൻ്റെ നമുക്ക് ഉടയാതെ കിട്ടും, പക്ഷെ അത് സാരമില്ല. അത് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ടും അത് ഇങ്ങനെ അവിടെ ഇവിടെ എടുക്കുന്നുണ്ടെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കേക്കിനൊരു പ്രത്യേക രുചി തന്നെയാണ് അങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുന്നത്. അപ്പം ഞാൻ എന്താണെങ്കിലും സ്പാച്ചിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ഈ ബാറ്റർ ഇതാണ് കേട്ടോ. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിനകത്തോട്ടാണ് പൊടികളൊക്കെ ചേർക്കാനുള്ളത്. പൊടികൾ ചേർക്കുമ്പോൾ ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അരിപ്പയ്ക്കകത്തോട്ട് നമുക്ക് ആദ്യമേ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ചേർക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് കപ്പ് 1/2 കപ്പിൻ്റെ അതാണ്. അതുകൊണ്ടാണ് 2 കപ്പായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ. മൊത്തത്തിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ എപ്പോഴും കൂടുതലും ബേക്കിംഗ് സോഡ ഇച്ചിരി കുറവാണ് ചേർക്കേണ്ടത്. പിന്നെ ചേർക്കുന്നത് നട്ട്മഗ് പൗഡറാണ്. ജാതിപത്രിയിലൊക്കെ പൊടിയാണിത്. നട്ട്മഗ് പൗഡറോ അല്ലാന്നുണ്ടെങ്കിൽ സിന്നമൺ ഉണ്ടല്ലോ, ഞാൻ പല വീഡിയോകളിൽ എൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കറുവാപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുത്തെന്നാലും ഒരു രുചിയാണ്. ഇനി ഇതൊന്നും വേണമെന്നൊന്നുമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പക്ഷെ വാനില എസൻസ് ഇതിനകത്തല്ല, നമ്മൾ ആ ബാറ്ററിനകത്താണ് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു അരിപ്പയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള തരിതരികൾ, പ്രത്യേകിച്ച് പൊടികളാണ്, അപ്പോൾ ചെറിയ ചെറിയ ഉണ്ടകളൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് നമുക്ക് അതിനകത്ത് അരിക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും സോഫ്റ്റായിട്ട് കിട്ടത്തില്ല നമ്മുടെ ഈ ഒരു കേക്ക്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇത് അരിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാല്, നേരത്തെ അതേ പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കേക്കിൻ്റെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു പരുവം എന്ന് പറയുന്നത്. ഇങ്ങനെ മടക്കായിട്ട് ഇങ്ങനെ വീണ് കെടുക്കണം. അപ്പം ഇത് നമ്മുടെ ബാറ്റർ ആയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് ചേർക്കാൻ വിട്ടുപോയി, ഒരു നുള്ളു ഉപ്പ് ചേർക്കണം. അത് കേക്കിൻ്റെ റെസിപ്പീസൊക്കെയാണ് അല്ലെങ്കിൽ മധുരത്തിൻ്റെ റെസിപ്പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്താലാണ് ആ മധുരമൊക്കെ ഒന്ന് മുന്നിട്ടൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഓവർ മിക്സ് ആവരുത് കേട്ടോ. സ്പീഡിൽ ഒത്തിരി ഇളക്കി അത് കൊളാക്കരുത്. നമുക്ക് പതുക്കെ മടക്കി കൊടുക്കുക. അതിന് ഫോൾഡിങ് മെത്തേഡ് എന്നാണ് പറയുക. കേക്കുകളൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പഴമൊക്കെ നമ്മളങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുൻപ് നമ്മൾ വെച്ചിരിക്കുന്ന താഴത്തുള്ള ഒരു ഫ്രൈയിങ് പാൻ നമുക്കൊന്ന് ചൂടാക്കണം. നമ്മൾ ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കണം. എന്നിട്ടാണ് നമുക്ക് എന്താ പറയുക ഈ ഒരു പാൻ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതവിടെ ചൂടാവട്ടെ. ആ 1 മിനിറ്റ് ചൂടാവുന്ന സമയം കൊണ്ട് ഞാനിവിടെ നമ്മുടെ ബാറ്റർ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ആ ഒരു പാത്രത്തിനോട്ട് ഈ ഒരു ബാറ്റർ ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കും വേണം കേട്ടോ. ഇതിനകത്തുള്ള എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. എങ്കിലാണ് നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളൊക്കെ നല്ല പഞ്ഞി പോലെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ 1 മിനിറ്റ് സമയം എടുത്തു. നന്നായിട്ട് പാൻ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. ഇനി നമുക്ക് ഇതൊന്ന് നേരെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഇപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിം ഏതാണോ അതിലോട്ട് മാറ്റുക. ഇനി നമ്മൾ ഈ ഒരു കേക്ക് കുക്കാവുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ ഒരു പാത്രം വെക്കുക, ഇതിൻ്റെ മൂടിക വെച്ച് കൊടുക്കുക. മൂടിക വെക്കുമ്പോൾ ഉറപ്പ് വരുത്തുക അതിൻ്റെ ഒരു മൂടികയുടെ ഓട്ടയുണ്ടല്ലോ അത് നമ്മൾ അടച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ഒരു കുക്കിംഗ് സമയം എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് ഞാൻ കാണിക്കാം. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പാത്രം ഒന്ന് തിരിച്ചും കൂടെ വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുമാണ് എല്ലായിടത്തും ഒരുപോലെ തീയൊക്കെ ഒന്നായി പാത്രം ചൂടായി വരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞു. കേക്കിൻ്റെ ഉൾവശം കണ്ടില്ലേ, അതങ്ങനെ ചെറുതായിട്ടായിട്ട് വരുന്നുണ്ട്. ഇനി പാത്രം ഞാൻ ഒന്ന് ചെറുതായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിക്കുമ്പോഴാണ് കണ്ടോ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒരുപോലെ തന്നെ ചൂട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഒരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞു. മൊത്തം എനിക്ക് 25 മിനിറ്റ് സമയം എടുത്തിട്ടാണ് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് കേക്കാണ്, പഞ്ഞിക്കുട്ടം പോലെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഒന്ന് തൊട്ട് നോക്കുകയാണ് അതിൻ്റെ മേൽഭാഗം. കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. നമ്മുടെ കേക്കിൻ്റെ ഉൾവശവും ഒക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. കണ്ടോ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കണ്ടോ, നല്ല സ്പോഞ്ച് പോലെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്.
ഇനി ഇത് ആയി എന്ന് അറിയാനായിട്ട് മറ്റൊരു വഴി എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ ഇങ്ങനെ വിട്ട് വരും, ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടെ, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗം കൂടെ ഒന്ന് മറച്ചിടണം. ഒരു മിനിറ്റോളം നമ്മൾ താഴെ വെച്ചിരിക്കുന്ന ഫ്രൈങ് പാനിലോട്ട് തന്നെയാണ് ഞാൻ തിരിച്ചിടുന്നത്. പക്ഷെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രൈങ് പാനിൽ അത്യാവശ്യം ചൂടുണ്ടല്ലോ, ആ ചൂടിനകത്ത് ഒരു മിനിറ്റോളം നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാനൊന്ന് കേക്ക് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി പഴം ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുവാണെങ്കിൽ അതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഹോളിനകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ചൂട് പാത്രത്തിൽ 1 മിനിറ്റ് സമയം എടുത്ത് അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു വശം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും. അങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല, ചെയ്തെന്നാൽ നല്ലതാണെന്ന് മാത്രം. അപ്പോൾ ഇതാ ഇവിടെ ആ 1 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റാൻ പോവാണ്. എന്നിട്ട് നമുക്ക് നോക്കാം. ഇതാ നമ്മുടെ കേക്കൊക്കെ ഞാനൊരു സെർവിങ് ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ പലഹാരമാണ് കേട്ടോ. ഇതൊരു കേക്ക് എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല, അതിനേക്കാളും നന്നായിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു 4 മണി പലഹാരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, പിന്നെ പഴയൊക്കെയാണ്. ഇനി നിങ്ങൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒഴിച്ച സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ഒരു ഒലീവ് ഓയിലോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.